പ്രതിഷേധങ്ങൾ നമുക്ക് രണ്ട് തരത്തിൽ നടത്താൻ കഴിയും. യാ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ആ ഒരു ആധുനിക യുഗമാണ്, ആ AI-യുടെ ഒരു കാലഘട്ടമാണ്. ആ ഇപ്പൊ പല വിധത്തിൽ നടത്താൻ കഴിയും. ഉം. പക്ഷെ അത് ഏത് വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത് എന്ന ഉള്ളതിന്റെ ഒരു ആശ്രയിച്ചിരിക്കും അല്ലേ? ആശ്രയിച്ചിരിക്കും. അന്ന് എന്താ പറ്റിയത് താങ്കൾ തൊടുപുഴയെ വെച്ച്? അന്ന് 2022 DCC പ്രസിഡന്റ് CP മാത്യുവിനെ ആ. DYFI പ്രവർത്തകരും CPM പ്രവർത്തകരും അദ്ദേഹത്തിന്റെ കാർ അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ട് ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടന്ന ഒരു പ്രതിഷേധ പ്രകടനമായിരുന്നു നടന്നത്. ആ ഒരു സമാധാനപരമായിട്ട് നടന്ന പ്രകടനം ഏകദേശം ഒരു 100-ൽ താഴെ മാത്രം പ്രവർത്തകരുണ്ടായിരുന്ന ഒരു സമരത്തില് മുന്നിലും പിന്നിലും അതേ എണ്ണത്തിന് മുകളിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മുൻകൂട്ടി തന്നെ ഈ ഒരു പ്രകടനത്തെ അടിച്ചമർത്തുവാൻ അവർ ഉദ്ദേശിച്ചിരുന്നു എന്നാണ് നമുക്ക് കണ്ടാൽ തോന്നുന്നത്. വേണമെന്ന് ബാക്കിലുണ്ടായിരുന്ന പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് പോലീസ് അവരുമായി ബന്ധപ്പെട്ട് കശവശം ഉണ്ടായപ്പോൾ അത് തടയുന്നതിന് വേണ്ടി ഞാൻ അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. പെട്ടെന്ന് ഒരു തരത്തിലുമുള്ള ഒരു ലാത്തി ചാർജിന്റെ ഒരു സൂചനയും നൽകാതെയാണ് ആദ്യത്തെ അടി നമ്മുടെ കണ്ണിട്ട് അടിക്കുന്നത്. കണ്ണടിച്ച ഫസ്റ്റ് അടിയിൽ തന്നെ കാഴ്ച നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ അടി തലയ്ക്കായിരുന്നു. തലയിൽ 6 സ്റ്റിച്ചോളം ഉണ്ടായിരുന്നു. കണ്ണിൽ 28 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പോലീസ് മാനുവൽ അനുസരിച്ച് അടിക്കുകയാണെങ്കിൽ അരയ്ക്ക് കീഴ്പോട്ട് അല്ലെങ്കിൽ മുട്ടിന് കീഴ്പോട്ടേ അടിക്കാൻ കഴിയുള്ളൂ. പക്ഷെ തലയ്ക്കും മുഖത്തും അതുപോലെ തന്നെ പുറത്തും നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന എവിടെയാണോ അടിക്കേണ്ടത് അവിടെ തന്നെ പോലീസ് അടിച്ചാണ് നമ്മളെ അന്ന് വളരെ ക്രൂരമായി ആക്രമിച്ചത്. കണ്ണിനിപ്പോ കാഴ്ച തിരിച്ചു കിട്ടിയോ? കണ്ണിന്റെ കാഴ്ച ഭാഗികമായി തിരിച്ചിട്ടെങ്കിൽ പോലും ആ കണ്ണുകൊണ്ട് നമുക്ക് വായിക്കാൻ കഴിയില്ല. പ്രശ്നമുണ്ടല്ലേ? പ്രശ്നമുണ്ട്. ഇപ്പോഴും ട്രീറ്റ്മെന്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്.